സ്വർണ്ണം ഞാൻ വാങ്ങിച്ചുണ്ട് എന്നാ പറഞ്ഞു. ആ പഴയ സ്വർണ്ണം ഞാൻ പുതിയ ഇറങ്ങൂല. മോൾട്ടിയെ നമ്മൾ ആ പല്ല് വെക്കണ ബ്രഷ് കൊണ്ട് ആ സ്വർണ്ണത്തുമ്പോ വരുത്തി കഴിഞ്ഞാൽ പുതിയതായില്ല, അത് പോരാ എനിക്ക്. ഇപ്പച്ചി അത് പുതിയ മോഡലല്ലല്ലോ. അതൊക്കെ ഞാൻ അന്ന് നല്ല പണിക്കൂലി എടുത്ത് വാങ്ങിയതാണ്. ഇനി അത് മാറ്റുമ്പോ ഇനി വേണ്ട പണിക്കൂലി എടുക്കാം, വെറുതെ പൈസ കളയാനായിട്ട്. കല്യാണം 6 മാസം കഴിഞ്ഞല്ലേ, ഇപ്പൊ തന്നെ നിങ്ങൾ സ്വർണ്ണത്തിന്റെ ഒച്ചയും പാളൊക്കെ തുടങ്ങി രണ്ടാളും. പൊന്നാര മുത്തോച്ച് ഞാൻ പറഞ്ഞൊന്ന് കേക്കെ. ഞാൻ ആ വാങ്ങിച്ച സ്വർണ്ണം നോക്കിപ്പോ പറ്റൂല, നോക്കി പുതിയ മോഡൽ വാങ്ങും. ഞാനിത് എവിടുന്നാണ്ടാക്കുന്നു, ഞാൻ കായ് മരത്തുമെന്ന് പറിച്ച. പൊന്നാര കൊയക്കങ്ങൾ ബേജാറാവണ്ട, കല്യാണത്തിന് ഇനി 6 മാസം കിടക്കണില്ലേ, നിങ്ങൾ വാങ്ങിച്ച സ്വർണ്ണം കൂടെ മണ്ണാക്കാട് ഹയർ സ്കൂളിൽ കൊണ്ട് കൊടുക്കി. അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അവിടെയാണെങ്കിൽ എല്ലാ പുതിയ മോഡലും ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ എത്ര തൂക്കാണോ അവിടെ കൊണ്ട് കൊടുക്കുന്നത് അത്രയും തൂക്കത്തിലുള്ള സ്വർണ്ണം പുതിയ മോഡലാക്കിയിട്ട് കല്യാണ തലേ നിങ്ങൾക്ക് കൊടുന്നൂടെ. മുത്തു അതിന് പണിക്കൂലി വേറെ കൊടുക്കണ്ടേന്ന്. വേണ്ട, അതിന് തന്നെ നമ്മൾ 6 മാസം അവിടെ കൊണ്ടുപോയി വെക്കണത്. ഇതന്നല്ലേ ഇപ്പച്ചി ഞാൻ ഔത്തുനിന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങളെ മണ്ടേക്കാട് കയറേണ്ടത്. അങ്ങനെയാണ് എന്റെ സ്വർണ്ണവുമാണൊന്ന് പുതിയതാ. ഞാൻ നിങ്ങളെ മൊത്തത്തിലൊന്ന് മാറ്റാൻ പറ്റുമോ നോക്കട്ടെ. ആ പഴയ സ്വർണ്ണയിക്കാരത് അതിനെന്താ, അത് നല്ല വില കിട്ടൂലേ. തന്നെ പിന്നെന്താ, കൊയക്കങ്ങൾ പോയി നോക്കിയാ. ആ ആയിക്കോട്ടെ, വലിയ ഉപകാരം മുത്തു. നമ്മൾ ആ പഴയ സ്വർണ്ണം മൊത്തം എടുത്തോ, അപ്പൊ തന്നെ പോയി നോക്കാം നമുക്ക്. പഴയ സ്വർണ്ണം എടുക്കണ മാതിരി പഴയ തള്ള